ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പഠിക്കുന്നത്. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്, ഇനിയും നൽകുന്നതായിരിക്കും. മക്കൾ മുഴുവനായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. അതുപോലെ എൻ്റെ മക്കൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. അസമിൻ്റെ പഴയ പേരെന്ത്? ആൻസർ കാമരൂപ്. 3. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ഗിർ വനങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഗുജറാത്ത്. ഗുജറാത്തിൻ്റെ ഭാഷ ഗുജറാത്തി. തലസ്ഥാനം ഗാന്ധിനഗർ. നൃത്തരൂപം കർപ്പ. 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട നൃത്തരൂപമാണ് ഗർഭ നൃത്തരൂപം. സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ആൻസർ സൈലന്റ് വാലി. 5. കേരളത്തിൽ മലകളില്ലാത്ത ജില്ല ഏത്? ആലപ്പുഴ. 6. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഏകതാ പ്രതിമ. വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ കാവ്യം ഏത്? എൻ്റെ ഗുരുനാഥൻ. 8. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ആൻസർ നൂറനാട്. 9. ജില്ലയുടെ ഭരണത്തലവൻ ആരാണ്? ജില്ലാ കലക്ടർ. 10. സസ്യവർഗത്തിലെ ഉഭയജീവി എന്നറിയപ്പെടുന്ന സസ്യമേത്? കുളവായ. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിക്കപ്പെട്ട നായകനാര്? വാഗ്ഭടാനന്ദൻ. 12. ജാതി കുമിയുടെ കർത്താവ്? ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ. 13. കേരളരിങ്ങൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത്? കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത്? പൂക്കോട് തടാകം. ഇത് വയനാട് ജില്ലയിലാണ്. 16. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏത്? ആൻസർ കയർ. 17. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏത്? ആൻസർ അഗസ്ത്യാർകൂടം. 18. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? ആൻസർ കല്ലട. 19. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 20. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം ഏതാണ്? തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ ലൈബ്രറി. 22. കേരളത്തിലെ പുണ്യനദി ഏതാണ്? ആൻസർ പമ്പ. 23. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഇടുക്കി, വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇത് പാലക്കാട് ജില്ലയിലാണ്. 24. ദേശീയ യുവജന ദിനം എന്നാണ്? ജനുവരി 12. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ്റെ. 26. പക്ഷിക്കൂടുകളുടെ ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്? കാലിയോളജി. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏത്? മൂങ്ങ. സമാധാനത്തിൻ്റെ പ്രതീകം ഏത് പക്ഷിയാണ്? ആൻസർ വെള്ളരിപ്രാവ്. 29. രക്തസാക്ഷി ദിനം എന്നാണ്? ജനുവരി 30. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗമാണ്? മൗലികാവകാശങ്ങളെ. 31. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആര്? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. 32. ഭാരതീയ പ്രവാസി ദിനം എന്ന്? ആൻസർ ജനുവരി 9. 33. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആര്? ആൻസർ സരോജിനി നായിഡു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 150ാമത്തെ വാർഷികം. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ആൻസർ അഹമ്മദാബാദ്. 2026 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്ക്? ആൻസർ EP രാജഗോപാലൻ മാഷിന്. കൃതി ഉൾക്കഥ. 37. സംസ്ഥാനത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏത്? തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ഏത്? വയനാട്.
ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഡോക്ടർ സാലിം അലി. ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സാലിം അലിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ സാലിം അലിയുടെ പേരിലുള്ള കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. 40 പക്ഷി ലോകത്തെ പോലീസ് എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? ആൻസർ കാക്ക. നെക്സ്റ്റ്, കേരളത്തിലെ ഏക മയിൽ സങ്കേതം എവിടെ? ചൂലന്നൂർ. ഇത് പാലക്കാട് ജില്ലയിലാണ്. 42 ന്യൂസിലാൻഡിൽ കണ്ടുവരുന്ന പറക്കാൻ സാധിക്കാത്ത പക്ഷി ഏത്? ആൻസർ കിവി. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഷൊർണൂർ. 45 മാമാങ്ക മഹോത്സവം നടന്നിരുന്നത് ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഭാരതപ്പുഴ. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം എഴുതിയതാര്? ആൻസർ ഡോക്ടർ സാലിം അലി. 47 മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം? 1963. പക്ഷിപ്പനി പരത്തുന്ന വൈറസ് ഏത്? H5N1. 49 ഗോത്രവിഭാഗത്തിലെ കുട്ടികൾക്കായി സമഗ്ര ശിക്ഷ കേരളം ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്? ആൻസർ മഴവിൽ പൂവ്. 50 കേരളത്തിലെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ആൻസർ തിരുവനന്തപുരം. ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെടുന്നത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. 52 ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ആൻസർ അരവിന്ദ ഘോഷ്. 2028 ഒളിമ്പിക്സ് നടക്കുന്ന രാജ്യം ഏത്? ലോസ് ആഞ്ചൽസ്. 54 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ആദ്യമായി അംഗമായ മലയാളി? മിന്നുമണി. 2025 ONV പുരസ്കാരം ലഭിച്ചതാർക്ക്? N പ്രഭാവർമ്മ. 56 കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത്? ആൻസർ സൈലന്റ് വാലി. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ? രാഷ്ട്രപതി. 28 ഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം വരെയുള്ള രാജ്പഥിൻ്റെ പുതിയ പേര്? കർത്തവ്യ പഥ്. 89 പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓർണിത്തോളജി. 60 കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപം? യക്ഷഗാനം. 61 ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? ലഡാക്ക്. ഇന്ത്യയിലെ ഏക സ്വർണ്ണഖനി എവിടെ സ്ഥിതി ചെയ്യുന്നു? കോലാർ സ്വർണ്ണഖനി, കർണാടകയിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏത്? ബക്രാനങ്കൽ അണക്കെട്ട്. 64 കേരള നിയമസഭയുടെ സ്വന്തം TV ചാനൽ ഏത്? ആൻസർ സഭ TV. 65 ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ആദ്യ വനിതയാര്? പ്രതിഭ പാട്ടേൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏത്? ആൻസർ ജോഗ് വെള്ളച്ചാട്ടം. 67 പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനം ഒന്നാണ്. ഏതാണ്? ആൻസർ ചണ്ഡീഗഡ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിൽ? ബംഗാൾ ഉൾക്കടലിൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരം ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. 70 പട്ടിൻ്റെ നഗരമായ കാഞ്ചീപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി? മൂങ്ങ. സമാധാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി ഏത്? പ്രാവ്. 73 ഏറ്റവും വലിപ്പം കൂടിയ പക്ഷി? ആൻസർ ഒട്ടകപ്പക്ഷി. വലുപ്പത്തിൽ 2ാം സ്ഥാനത്ത് ഏത് പക്ഷിയാണ്? ആൻസർ യമു. ഏറ്റവും ചെറിയ പക്ഷി? ഹമ്മിങ് ബേർഡ്. 76 ഒഡീഷ പോലീസ് സന്ദേശങ്ങൾ കൈമാറുന്നതിന് ഉപയോഗിച്ചിരുന്ന പക്ഷി? പ്രാവ്. ഇതിൽ കാണുന്ന പക്ഷികളിൽ ഏറ്റവും വലുത്? ആൻസർ സരസൻ കൊക്ക്. ഏറ്റവും നീളം കൂടിയ കാലുകളുള്ള പക്ഷി? ആൻസർ കരിച്ചിറകൻ പവിഴക്കാലി. ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷി? താമരക്കോഴി.
ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പക്ഷി ഏത്? ആൻസർ ബ്ലൂ ടിറ്റ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഏത്? ഒട്ടകപ്പക്ഷി. 82. പാലുൽപാദന ശേഷിയുള്ള പക്ഷി? ആൻസർ പ്രാവ്. 83. ചിറകുകൾ നീന്താനായി ഉപയോഗിക്കുന്ന പക്ഷി? പെൻഗ്വിൻ. 84. പെൻഗ്വിനും ഒട്ടകപ്പക്ഷിക്കും പൊതുവായ ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? രണ്ടിനും പറക്കാൻ കഴിയില്ല. ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷി ഏത്? കഴുകൻ. ഇന്ത്യയുടെ ദേശീയ പക്ഷി? മയിൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത്? മലമുഴക്കി വേഴാമ്പൽ. ന്യൂസിലൻഡിൻ്റെ ദേശീയ പക്ഷി? ആൻസർ കിവി. 89. ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷി? ആൻസർ എമു. ഹമ്മിങ് പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്നത്? ആൻസർ ട്രിനിഡാഡ്. 91. പക്ഷിപാതാളം ഏതു ജില്ലയിലാണ്? ആൻസർ വയനാട്. 92. പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളിൽ ഏറ്റവും വലുത്? ഒട്ടകപ്പക്ഷി. ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി? ആർട്ടിക് ടേൺ. ഏറ്റവും കൂടുതൽ ചിറകു വിരിക്കാൻ കഴിവുള്ള പക്ഷി? ആൻസർ ആൽബട്രോസ്. 95. കോഴിക്കോടിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത്? ആൻസർ മേനിപ്പൊന്മാൻ. കാസർഗോഡിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത്? വെള്ളവയറൻ കടൽപ്പരുന്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? ഭരത്പൂർ പക്ഷി സങ്കേതം. ഭരത്പൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ രാജസ്ഥാൻ. 99. 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചത് 2025 ആർക്കാണ് ലഭിച്ചത്? മലയാള സിനിമാ നടൻ മോഹൻലാലിന്. കേരളത്തിൽ 2 പേർക്കാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. JC ഡാനിയൽ ആരാണ്, അതുപോലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്താണെന്നൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നൽകാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 പുരസ്കാരം 2025 നൽകിയിട്ടുള്ളത്. ആൻസർ ശാരദ. നടി ശാരദക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മക്കൾക്ക് ചോദ്യങ്ങളൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.